Hello everyone, today's organic chemistry chapter amines. Amines എന്നുള്ളത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് അമൈൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ, അമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന പോലെ RNH2 ആണ് അമൈൻ്റെ ജനറൽ സ്ട്രക്ചർ. NH2 എന്നുള്ളതായിരിക്കും അമൈൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അമൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അമോണിയയുടെ ഓർഗാനിക് ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ അമൈൻസ് പറയുക, അല്ലേ? അമോണിയയുടെ ഓരോ ഹൈഡ്രജൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ RNH2 ഇതാണ് പ്രൈമറി അമീൻ, RNHR അല്ലെങ്കിൽ R' സെക്കൻഡറി അമീൻ, RNR ഓക്കെ, ഇത് ടെർഷ്യറി അമീൻ. ഓക്കെ, അതായത് ഇത് പ്രൈമറി, NH2 പ്രൈമറി, NH ആണെങ്കിൽ സെക്കൻഡറി, N മാത്രമാണെങ്കിൽ ടെർഷ്യറി. ഓക്കെ, ഇത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഇതിൻ്റെ തിയറിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടെർഷ്യറി അമീൻ എന്നാണ് ക്വസ്റ്റ്യൻ. ടെർഷ്യറി അമീൻ ഏതാണ് എന്ന് കണ്ടെത്തണം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ട്രൈ ഈഥൈൽ അമീൻ എന്നാണ്. ട്രൈ ഈഥൈൽ, 3 ഈഥൈൽ ഗ്രൂപ്പ് അമീനിൽ. അപ്പോൾ നൈട്രജൻ്റെ കൂടെ C2H5, വീണ്ടും C2H5, വീണ്ടും C2H5. ഇത് ടെർഷ്യറി തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, വേറെ നോക്കൂ. ഇപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ അമീൻ ഉണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വരിക, CH3 CH3NH2. ഓക്കെ, ഇതിൽ പേരിൽ ടെർഷ്യറി ഉണ്ടെങ്കിലും പക്ഷേ ടെർഷ്യറി അമീൻ അല്ല, ഇത് പ്രൈമറി അമീൻ തന്നെയാണ്. NH2 ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു NH2 ഉണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രൈമറി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ NH2 ഉണ്ടെങ്കിൽ പ്രൈമറി ആണ്. ഓക്കെ, ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് പോസിബിൾ ഫ്രം ദ മോളിക്കുലർ ഫോർമുല C3H9N. C3H9N എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് അമീനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്, അല്ലേ? ഹൈഡ്രജനും കാർബണും നൈട്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 കാർബൺ ഉണ്ട്. അപ്പോൾ CH3 CH2 CH2NH2 എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാം, അല്ലേ? ഇതിനെ നമുക്ക് എഴുതാറോ CH3 CH3NH2 എന്നും എഴുതാം. ഇത് രണ്ടും പ്രൈമറി അമീൻസ് ആണ്. ഓക്കെ, CH3NH കൊടുക്കാം. പിന്നെ ഇവിടെ CH2 CH3, ഇതും ഇതേ ഫോമിൽ ഉപയോഗിച്ച് എഴുതാവുന്ന അമീനാണ്. ഇത് സെക്കൻഡറി ആണെന്ന് മാത്രം. CH3N CH3 CH3 ആകുമ്പോഴോ അത് ടെർഷ്യറി അമീൻ ആവും. അപ്പോൾ ടോട്ടൽ എത്ര അമീനായി? 1 2 3 4. ഇത് 2 പ്രൈമറി ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചറൽ ഐസോമർ മാത്രമേ നമുക്ക് കാണിച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ 4 ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെയും ആൻസർ വരിക. ഓക്കെ, ഇനി എങ്ങനെയെല്ലാം അമീൻസ് ഉണ്ടാക്കാമെന്നാണ്. അമീൻസ് ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഈ നൈട്രോ ആൽക്കൈന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിഡക്ഷൻ നടത്തുന്നു, നമുക്ക് അമീൻ കിട്ടുന്നു. വളരെ സിമ്പിളായിട്ട് മെത്തേഡ്. അല്ലെങ്കിൽ RCN, അല്ലേ, സയനൈഡിൽ നിന്ന് അല്ലെങ്കിൽ നൈട്രയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ നടത്തുന്നു, നമുക്ക് RCH2NH2 എന്ന് പറയുന്ന പ്രൈമറി അമീൻ കിട്ടുന്നു. ഇതിൻ്റെ ഐസോസൈനൈഡ് RNC ആണ് ഐസോസൈനൈഡ് അല്ലെങ്കിൽ ഐസോനൈട്രൈൽ. അതിനെയാണ് നിങ്ങൾ റിഡക്ഷൻ നടത്തുന്നെങ്കിൽ യു വിൽ ഗെറ്റ് RNHCH3 എന്ന് പറയുന്ന സെക്കൻഡറി അമീനാണ്. ഇത് എപ്പോഴും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള സംഭവമാണിത്. അതായത് സൈനൈഡ് ആണെങ്കിൽ പ്രൈമറി അമീൻ, ഐസോസൈനൈഡ് റിഡക്ഷൻ ആണെങ്കിൽ സെക്കൻഡറി അമീൻ. ഓക്കെ, നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ വേറൊരു മെത്തേഡാണ് ഈ പറയുന്ന RCONH2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് RCH2NH2 എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, RCH2NH2. സത്യത്തിൽ ഇത് സംഭവിച്ചുള്ളൂ. ഇവിടെ CO ഗ്രൂപ്പില്ലേ, അത് CH2 ആയി റെഡ്യൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റിൽ ഒന്ന് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ്. എല്ലായിടത്തും ഇവിടെ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ SN⁻HCl നോർമലി യൂസ് ചെയ്യാവുന്നതാണ്. SN⁻HCl ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റൽ ഇൻ ആസിഡ്, Fe⁻HCl ഒക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സോഡിയം ഇൻ ആൽക്കഹോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കാം. റാനി നിക്കൽ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്യാവുന്ന റെഡ്യൂസിങ് ഏജൻറ്റുകളാണ്. ഓക്കെ, വേറൊരു 2 വളരെ പ്രധാനപ്പെട്ട 2 നെയിം റിയാക്ഷൻസ് കൂടെ ഉപയോഗിക്കാറുണ്ട്. ഒന്നാണ് ഗബ്രിയൽ റിയാക്ഷൻ.
നിങ്ങൾക്ക് അറിയുന്നതാണ് ഗബ്രിയൽ റിയാക്ഷൻ. ഓക്കെ, ഗബ്രിയൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു RCl അല്ലെങ്കിൽ RX ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ നടത്തണം. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഗബ്രിയൽ റിയേജൻ്റ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ട്, ഓക്കെ, ഇവിടെ NK ഡബിൾ ബോണ്ട് O ഇതിനെ പറയുന്ന പേരാണ്, ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് താലിമൈഡ്. താലിമൈഡ് എന്നാണ് പറയുക. അമൈഡ് അല്ല, ഇമൈഡാണ്, താലിമൈഡാണ്. ഓക്കെ, ഇത് പൊട്ടാസ്യം താലിമൈഡ് അല്ലേ, ഇത് N- ഇത് K+ ആയിരിക്കും ഉണ്ടാവും. പൊട്ടാസ്യം താലിമൈഡിൻ്റെ പൊട്ടാസ്യം അല്ലാത്ത ഈ ഭാഗമുണ്ടല്ലോ, N- എന്നുള്ള ഈ ഭാഗം, അതായത് ഇത്രയും പാർട്ട്, ഇത് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് പോയിട്ട് എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, Rനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ X എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് O N, ഇവിടെ R എന്നായിരിക്കും. നമ്മളിതിനെ H+ കൊണ്ടോ അല്ലെങ്കിൽ OH- കൊണ്ടോ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? നമുക്ക് ഫൈനലി RNH2 എന്ന് കിട്ടുകയാണ് ചെയ്യുക. പ്ലസ് താലിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. RCO എന്നുള്ള ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ ഇത്രയേ ഉള്ളൂ. ഈ ഭാഗം എന്ത് ചെയ്യുന്നു, RNH2 ആയിട്ട് പ്രൈമറി അമീൻ കിട്ടുന്നതാണ്. ഓക്കെ, പ്രൈമറി അമീനാണ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി അമീൻ, ഓൺലി പ്രൈമറി അമീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റിയാക്ഷനിൽ SN2 മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്സ്ട്രേറ്റ് ഇയാളാണ്, ന്യൂക്ലിയോഫൈൽ ഇയാളാണ്. ഓക്കെ, ഈ സബ്സ്ട്രേറ്റ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആകുമ്പോഴാണല്ലോ SN2 ഫേവറബിൾ ആയിട്ടുണ്ടാവുക അല്ലേ? ഫേവറബിൾ കേസ് ഏതാണ്? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാവുക. അത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്ന് നമുക്കൊരിക്കലും ഒരു അനിലിൻ ഇതിങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. പറ്റുമോ? വാട്ട് ഈസ് അനിലിൻ അല്ലേ? അനിലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അനിലിൻ, അരോമാറ്റിക് ആയിട്ടുള്ള അമീനാണ് അനിലിൻ, NH2. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടത്? നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇവിടുന്ന് ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനെ പോലെയുള്ളത് ഉണ്ടാക്കേണ്ടത് അല്ലേ? എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മളെ പിന്നെ ഗബ്രിയൽ റിയേജൻറ്റ് വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണം. ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? അറ്റാക്ക് ചെയ്യൂല. കാരണം നമുക്കറിയാം ഹാലോ അരീൻസ് ഡു നോട്ട് അണ്ടർഗോ SN2 മെക്കാനിസം. SN2 മെക്കാനിസം ഇല്ല. കാരണം ഇവിടെ ഓൾറെഡി ഇവിടെ ക്ലോറിൻ, ഇവിടെ ലോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഡബിൾ ബോണ്ട്, ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഇവിടെ നേരത്തെ ഉണ്ട്. ആ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിനെങ്കിൽ ഒരിക്കലും ക്ലോറിൻ ലെഫ്റ്റ് ആവില്ലല്ലോ, ലീവ് ആവോ? ഇല്ല. അപ്പോൾ ഒരിക്കലും എന്തുണ്ടാവില്ല, ഇങ്ങനെ റിയാക്ഷൻ ഗബ്രിയേൽ റിയേജൻറ്റുമായിട്ട് ഇങ്ങനെ റിയാക്ഷൻ നടക്കുമോ? ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് അമീൻസ് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഏത് വെറും ഒരു പ്രൈമറി അമീൻ എന്നല്ല, അലിഫാറ്റിക് പ്രൈമറി അമീൻസ് ആണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ അലിഫാറ്റിക് അമീൻസും പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ അമീൻ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ, ടെർഷ്യറി ബ്യൂട്ടൈൽ അമീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഗബ്രിയൽ റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കണമെങ്കിൽ എവിടെ നിന്ന് ഉണ്ടാക്കണം? ഇങ്ങനെ ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ടാക്കണം. ഒരിക്കലും നമുക്കറിയാം ഇത് സ്റ്റെറിക്കിഡ്നെസ് വളരെ കൂടുതലാണ്. ഒരിക്കലും SN2 മെക്കാനിസം അവിടെ നടക്കില്ല. അവിടെ നിന്നിട്ട് ഗബ്രിയൽ റിയേജൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ദർ ഇസ് നോ റിയാക്ഷൻ ഈവൻ ദോ ദ അമീൻ ഈസ് പ്രൈമറി ആണെങ്കിലും എല്ലാ പ്രൈമറി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, മെക്കാനിസം SN2 ആണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പോലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ് സത്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ റിയാക്ഷൻ അറിയപ്പെടുന്ന റിയാക്ഷൻ. അതെന്താ സംഭവം എന്നറിയോ? ഒരു അമൈഡിനെ RCONH2, ഓക്കെ, ഒരു അമൈഡിനെ സാധാരണ നോർമലായിട്ടുള്ള ഒരു പ്രൈമറി അമൈഡ് എന്ന് പറഞ്ഞാൽ NH2 CONH2 തന്നെയാണ് വരുന്നതെങ്കിൽ ഇതിനെ പ്രൈമറി അമൈഡ് എന്ന് പറയാം. CONH ആകുമ്പോൾ ഇതിനെ സെക്കൻഡറി അമൈഡ് എന്ന് പറയും. ഈ H ഇല്ലാതെ വീണ്ടും ഒരു R ഉണ്ടെങ്കിൽ എന്ന് പറയും നമ്മൾ ടെർഷ്യറി അമൈഡ് എന്നൊക്കെ പറയും. പ്രൈമറി അമൈഡ് മാത്രമേ ഇതിൽ റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് റിയാക്ഷൻ നടത്തുന്നു. റിയാക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് ബ്രോമിൻ നമുക്ക് യൂസ് ചെയ്യണം, NaOH വേണം അല്ലെങ്കിൽ KOH, ബ്രോമിൻ ഇൻ ആൽക്കലി. ഓക്കെ,
റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുന്നറിയോ? ഫൈനൽ കിട്ടുന്ന RNH2 എന്ന് കിട്ടും. RNH2 അമീൻ കിട്ടും. ഈ അമീന് പ്രത്യേകത ഉണ്ട്, ഒരു കാർബൺ ഇവിടെ എത്തുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയും. സ്റ്റെപ്പ് ഡൗൺ റിയാക്ഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കാർബൺ കൂട്ടുക കുറക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇതിൻ്റെ കൂടെ തന്നെ ആരൊക്കെ ഉണ്ടാകും എന്നറിയോ? ഇതിൻ്റെ കൂടെ NaBr ഉണ്ടാകും, H2O ഉണ്ടാകും, സോഡിയം Na2CO3 ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി സത്യത്തിൽ ഇത് 1Br അല്ലെങ്കിൽ Br2 ഇവിടെ 4NaOH കൊടുക്കണം. 1 മോള് Br2 4 മോള് NaOH കൊടുത്താലാണ് ഇതുണ്ടാവുക. അതിനകത്ത് കാണാൻ പറ്റും ഇവിടെ 2 NaBr 2 H2O ഒക്കെ ഇവിടെ വേണം. Na2CO3 1 മതിയാവും. RNH2 1. ഇതാണ് കേസ്. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പരിചയപ്പെടാം. ഇൻ്റർമീഡിയറ്റ്സ് ഒന്ന് RCONHBr എന്ന ഇൻ്റർമീഡിയറ്റ് ആണ്. ഇതിന് പറയുന്ന പേര് ബ്രോമമൈഡ് എന്നാണ്. ബ്രോമമൈഡ്. അപ്പോൾ ഒരു കാര്യം എന്താണ് ബ്രോമമൈഡ് ഉണ്ടാവാം. വേറൊരു കേസ് RCO പിന്നെ N എന്ന് പറഞ്ഞിട്ട് 2 ലോൺ പെയറോട് കൂടിയ നൈട്രജൻ ഉണ്ടാകും. ഇറ്റ് ഈസ് കോൾഡ് നൈട്രീൻ. ഇതിനെ നൈട്രീൻ ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുക. ഈ നൈട്രീൻ ഇൻ്റർമീഡിയറ്റിൽ R ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുകയും ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാവും. RN ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. ഇതിനെ ഐസോസയനേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ് ഐസോസയനേറ്റ്. അപ്പോൾ 3 ഇൻ്റർമീഡിയറ്റ് ആണ് പറഞ്ഞു വെക്കണം. ഒന്ന് ഐസോസയനേറ്റ്, ആൽക്കൈൽ ഐസോസയനേറ്റ്. ഇവിടെ RC ആണ്. ഇപ്പോൾ അസൈൽ നൈട്രീന് പിന്നെ ബ്രോമമൈഡ്. ഇവർ 3 പേരും ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻ്റർമീഡിയറ്റ്സുകളാണ്. ഇത്രയാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് വിൽ പ്രൊഡ്യൂസ് സെക്കൻഡറി അമീൻ? സെക്കൻഡറി അമീൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഗബ്രിയൽ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്നത് പ്രൈമറി അമീൻ മാത്രമായിരിക്കും. ഗബ്രിയൽ റിയേജൻറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന അമീൻ ഏതാണ്? പ്രൈമറി മാത്രമാണ്. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ വെച്ചിട്ടും പ്രൈമറി അമീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. റിഡക്ഷൻ ഓഫ് കാർബൈൽ അമീൻ. വാട്ട് ഈസ് കാർബൈൽ അമീൻ? കാർബൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഐസോസയനൈഡിനെ പറയുന്ന മറ്റൊരു പേരാണ് കാർബൈൽ അമീൻ. RNC എന്നാണ്. റെഡ്യൂസ് ചെയ്യുക, റിഡക്ഷൻ ആണല്ലോ, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ യൂസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഓർ സോഡിയം ഇൻ ആൽക്കഹോൾ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താ കിട്ടുന്ന അറിയോ? RNHCH3 എന്ന് കിട്ടും. ഇത് സെക്കൻഡറി അമീനാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ് ആൻസർ. കാർബൈൽ അമീൻ്റെ റിഡക്ഷൻ. റിഡക്ഷൻ ഓഫ് നൈട്രൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നൈട്രൈൽ ഈസ് സയനൈഡ്. സയനൈഡ് പറഞ്ഞ പേരാണ് നൈട്രൈൽ. RCN എന്നാണ് സയനൈഡ് പറയുക. RCN. ഇതേ സംഭവം നമ്മൾ സയനൈഡ് നടത്തിയപ്പോൾ നേരത്തെ കണ്ടു. RCH2NH2 എന്നാണ് കിട്ടുക. പ്രൈമറി അമീനൊക്കെ കിട്ടുക. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അഗ്രി? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ ആണ്. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന അമീൻ. അതിന് ആൻസർ N പ്രൊപ്പൈൽ അമീൻ ഉണ്ട്. ഓപ്ഷൻ 1 തന്നെയായിരിക്കും ആൻസർ. കാരണം എന്താ? വാട്ട് ഈസ് N പ്രൊപ്പൈൽ അമീൻ? CH3 CH2 CH2NH2 ആണല്ലോ പ്രൈമറി. ഈ N പ്രൊപ്പൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ഇത് NH2 ഉള്ളത് പ്രൈമറി അമീനാണ്. ഇറ്റ്സ് പ്രൈമറി അമീൻ. ഓക്കെ, ഇവിടെ വേറെ പറഞ്ഞ ഈ ഡൈമീഥൈൽ അമീനോ ട്രൈബ്യൂട്ടൽ അമീനോ ബെൻസൈൽ ഡൈമീഥൈൽ ഇതൊന്നും എന്തല്ല പ്രൈമറി അല്ല. ഓൺലി പ്രൈമറി അമീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ഗബ്രിയൽ മെത്തേഡ്. നേരത്തെ പറഞ്ഞു. അപ്പോൾ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ 1 മാത്രമേ ആൻസർ ആവൂ. അഗ്രി? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ദ അമീൻ ഫോംഡ് ഹാസ് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദ പാരന്റ് പ്രൈമറി അമൈഡ്. പ്രൈമറി അമൈഡിൻ്റെ പേരൻ്റ് ആയിട്ടുള്ള പ്രൈമറി അമൈഡ് അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ 1 കാർബൺ കുറഞ്ഞിട്ടുള്ള കേസാണ് എന്ത് ചെയ്യുക? ഹോഫ്മാന് കിട്ടുക, അമീനെ കിട്ടുക. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, സംശയമില്ല. അടുത്തത് N മീഥൈൽ അസറ്റമൈഡ് അണ്ടർഗോസ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. വാട്ട് ഈസ് N മീഥൈൽ അസിറ്റമൈഡ്? അസിറ്റമൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും RCONH2 പറയുന്ന പേരാണ് അല്ലേ? R എന്നുള്ളത് അമൈഡ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അസറ്റമൈഡ് ആകുമ്പോൾ CH3 കൊടുത്താൽ മതി. ഇതാണ് CH3CONH പറയുന്ന പേര് അസറ്റമൈഡ് എന്ന് പറയാം.
ഓക്കെ, എൻ മീഥൈൽ അസറ്റമൈഡ് എന്ന് പറയുമ്പോൾ ഈ NH2 പകരം ഒരു എച്ചിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഇപ്പോൾ CH3CONHCH3 ഇതിനെ പറയുന്ന പേരാണ് എന്ത്? എൻ മീഥൈൽ അസിറ്റമൈഡ്. എൻ മീഥൈൽ അസറ്റമൈഡ് ഇത് പ്രൈമറി അമൈഡാണ്, ശരിയാണ്. പക്ഷേ ഇത് സെക്കൻഡറി അമൈഡിലേക്കാണ് ഇവിടെ നിന്ന് പോവുക. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ NH2 അല്ല, ഇവിടെ NHCH3 ആണ്. ഓക്കെ, എൻ മീഥൈൽ എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിലേക്ക് പോയി. സെക്കൻഡറി അമൈഡ് ഒരിക്കലും എന്ത് നൽകില്ല? ഹോഫ്മാൻ റിയാക്ഷൻ നൽകില്ല. ഹോഫ്മാൻ റിയാക്ഷൻ പ്രൈമറി അമൈഡ് മാത്രമേ നൽകുള്ളൂ. അപ്പോൾ ആൻസർ ഇതെന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ എന്തായിരിക്കും? അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ് എന്നുള്ള ഓപ്ഷൻ 3 ആണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. CH3CONH2 ഒരു അമൈഡ് കൊടുത്തിട്ടുണ്ട്. അതിന് NaOBr റിയാക്ട്. ഈ NaOBr എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ആണ്. ഓക്കെ, NaOBr ഉണ്ടാവുന്നത് NaOHും Br2 തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ്. ആ റിയേജൻറ്റ് കണ്ട എവിടെയാണ്? ഹോഫ്മാൻ ബ്രോമൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹോഫ്മാൻ ബ്രോമൈഡിൻ്റെ റിയേജൻറ്റ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ആണ് മനസ്സിലാവേണ്ടത് അല്ലേ? ഹോഫ്മാൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമ്മളെ പ്രൊഡക്റ്റ് ഹോഫ്മാൻ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് അല്ലേ ഒരു കാർബൺ കുറഞ്ഞ അമീനാണ് അല്ലേ? അപ്പോൾ ഇതിന് CH3NH2 എന്നായിരിക്കും കിട്ടുന്ന അമീൻ അല്ലേ? A എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് ഇതിനെ റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അത് ഹോഫ്മാൻ റിയാക്ഷൻ അല്ല. ഫസ്റ്റത്തെ റിയാക്ഷൻ ഹോഫ്മാൻ ആണ്, രണ്ടാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് അമൈഡ് ആണ്. അപ്പോൾ ഇവിടെ CO ഗ്രൂപ്പ് എന്തായി മാറും? CH2 ആവുന്ന കേസ് ഉണ്ടാവുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? CH3CH2NH2 എന്നായിരിക്കും. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? CH3NH2ഉം CH3CH2NH2 തമ്മിൽ ഒരിക്കലും ദേ ആർ നോട്ട് ഐസോമേഴ്സ് ഒരിക്കലും ആവാൻ പോകുന്നില്ല. കാരണം എന്താ? ദേ ഹാവ് ഡിഫറെൻറ്റ് മോളിക്കുലർ ഫോർമുല അല്ലേ? ഒരു CH2 ഡിഫറൻസ് കാണാൻ പറ്റും. CH2 ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേര് ഹോമലോഗസ് എന്നാണല്ലോ അല്ലേ? അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംശയത്തിന് വകുപ്പൊന്നുമില്ല. ആൻസർ എന്തായിരിക്കും? നിങ്ങൾ ആൻസർ ഓപ്ഷൻ 4 ഹോമലോഗസ് എന്നായിരിക്കും ഇവിടെ ആൻസർ വരിക. അഗ്രി? റൈറ്റ്. ഇനി റിയാക്ഷനിലേക്ക് വരാം നമുക്ക്. അമീൻസിൻ്റെ റിയാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അമീൻസിൻ്റെ ബേസിസിറ്റിയാണ്. ബേസിറ്റി ഓഫ് അമീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട പോയിന്റ്, ഇപ്പോൾ അമോണിയ ഉണ്ടല്ലോ, അമോണിയ NH3 അല്ലേ? അതേപോലെ നമുക്ക് എന്തുണ്ട്? അമീൻ ഉണ്ട് RNH2. അതുപോലെ എന്തുണ്ട്? നമുക്ക് ഈ അരോമാറ്റിക് അമീൻ ഉണ്ട്, ഇങ്ങനെ ഒരു അനിലിൻ. ഇവർ മൂന്ന് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് പിന്നെ അലിഫാറ്റിക് അമീൻസ് ആയിരിക്കും. അമീനാണ് അലിഫാറ്റിക്. ഓക്കെ, അമോണിയേക്കാൾ ബേസിക്കാണ് അലിഫാറ്റിക് അമീൻ. പക്ഷെ അരോമാറ്റിക് അമീൻസ് ലെസ് ബേസിക് ദാൻ അമോണിയ എന്നാണ് പറയാം. ഓക്കെ, എന്തായിരിക്കും ഈ അമീൻസിൻ്റെ ബേസിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ ആറ്റമാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ലോൺ പെയർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ റെസൊണൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പോൾ ഈ ലോൺ പെയർ അവൈലബിൾ അല്ല. ഇറ്റ് ഈസ് എൻഗേജ് ഇൻ റെസൊണൻസ്. ഓക്കെ, അവൈലബിൾ ആയിരിക്കണം എന്നാണ്. മോർ അവൈലബിൾ മീൻസ് മോർ ബേസിക്. ലോൺ പെയർ ഇലക്ട്രോൺസ് മോർ അവൈലബിൾ ആണെങ്കിൽ അത് പെട്ടെന്ന് പോയി ആസിഡുമായി റിയാക്ട് ചെയ്യാൻ പറ്റും. സോ അത് മോർ ബേസിക് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ അമീൻസിൻ്റെ കേസിൽ അല്ലേ R ഗ്രൂപ്പ് ഉണ്ട്, അത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന് എന്തുണ്ടായിരിക്കും? +I എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? അവൈലബിലിറ്റി എന്ത് ചെയ്യും? കൂട്ടുകയാണ് ചെയ്യുക അങ്ങോട്ട് ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്തുകൊണ്ട്. സോ മോർ ബേസിക് ഇയാൾ, പിന്നെ അമോണിയ, പിന്നെ ലെസ് ബേസിക് ഇയാൾ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നോർമലി ഉണ്ടാവുക. പിന്നെ നമ്മൾ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ RNH2 ആണോ അതോ RCONH2, അതായത് അമീനാണോ അമൈഡാണോ മോർ ബേസിക്? സംശയമില്ല, അമീനാണ് എത്രയോ ബേസിറ്റി കൂടുതൽ അമൈഡിനേക്കാളും. അതിൻ്റെ കാരണം എന്താണ്? അമൈഡിൽ ഈ ലോൺ പെയർ ഇവിടെ റെസൊണൻസ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടെ റെസൊണൻസിൽ പങ്കെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ലോൺ പെയർ ഇലക്ട്രോൺസ്. ഓക്കെ, എന്നാൽ അങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഇല്ല. ഇത് ലെസ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡീലോക്കലൈസ്ഡ് അല്ലേ? അത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോൺജുഗേഷൻ്റെ ഭാഗമായി അത് എന്ത് ചെയ്യുന്നു? ഇത് റെസൊണൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ഡീലോക്കലൈസ്ഡ് ആണ്. ബട്ട് ദിസ് ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് ലോക്കലൈസ്ഡ്. അത് ലോക്കലൈസ്ഡ് ആണ്, മീനിങ് അവൈലബിൾ ഫോർ റിയാക്ഷൻ. ഓക്കെ, പിന്നെ മറ്റൊരു കേസ് ഇതിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ്, ബേസിറ്റി പറയുമ്പോൾ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ അമീൻ്റെ പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻസിൻ്റെ ബേസിറ്റി പറയല്ലോ, ആ കേസ് എങ്ങനെ നോക്കാം. അപ്പോൾ അതിൽ രണ്ട് കേസായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കണം. ഒന്ന്, ഒരു നോൺ അക്വസ് മീഡിയത്തിലുണ്ടാവുന്ന കേസ് പ്രത്യേകമായി നമ്മൾ പറയണം. നോൺ അക്വസ് മീഡിയം
വാട്ടർ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോറോ ബെൻസീൻ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, അത് വാട്ടർ അല്ലല്ലോ മീഡിയം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഗ്യാസ് ഫേസിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഗ്യാസ് ഫേസിലുള്ള കേസ്, അപ്പോൾ ഇതേ സംഭവം ഉണ്ടാവും. വേറൊരു കേസാണ് അക്വസ് മീഡിയത്തിൽ ഉണ്ടാവുന്ന ബേസിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയം ആസ് വാട്ടർ, വാട്ടർ അടുത്ത മീഡിയം, അങ്ങനത്തെ കേസിലുണ്ടാവും. ഓക്കെ, രണ്ടും രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇതിലേതാണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോലെ ഞാൻ ആദ്യം നോൺ അക്വസ് മീഡിയത്തിലുള്ള കേസ് വളരെ സിമ്പിൾ കേസാണ്. എപ്പോഴും ടെർഷ്യറി ആയിരിക്കും ബേസിക്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. നമ്മൾ ഇതിൽ ബേസിസിറ്റി കേട്ടോ, ബേസിറ്റി ഓഫ് അമീനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെർഷ്യറി ഈസ് മോർ ബേസിക് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി, ഇതാണ് ഇതിൻ്റെ കേസ്. ഓക്കെ, ഏതിൻ്റെ കേസിലാണ്? നോൺ അക്വസ് മീഡിയത്തിൻ്റെ കേസ് അല്ലെങ്കിൽ ഗ്യാസ് ഫേസിൻ്റെ കേസിൽ. എന്നാൽ നമ്മൾ ഇതിലേക്ക് വന്നാൽ ഇവിടെ ഈ കേസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സബ് കേസുകളൊന്നുമില്ല. എന്നാൽ നമ്മൾ അക്വസ് മീഡിയത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ടാക്കി ഇതിനെന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം, രണ്ട് ഭാഗമാക്കി മാറ്റണം. ഒന്ന് ഫോർ മീഥൈൽ അമീൻ, ഫോർ മീഥൈൽ അമീൻ, അതായത് ആർ ഗ്രൂപ്പ് CH3 ആണെന്ന കേസ്, മീഥൈൽ അമീൻ്റെ കേസ്. മീഥൈൽ അമീൻ്റെ കേസിൽ CH3 ട്വൈസ് NH, CH3 NH2, പിന്നെ CH3 ത്രൈസ് N എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ടെർഷ്യറി, ഈ ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക ഇവിടുത്തെ ബേസിറ്റി. ഓക്കെ, ഇനി കുറേ കാരണങ്ങളുണ്ട്. ഓക്കെ, കാരണങ്ങൾ മിക്കവാറും 2-3 റീസൺസ് ഉള്ളത്. ഒന്ന് എന്താ വെച്ചാൽ ഈ ആർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നേരത്തെ കണ്ട ആർ ഗ്രൂപ്പിൻ്റെ പ്ലസ് ഐ എഫക്റ്റ് നോക്കണം. പിന്നെ H+ വരുമ്പോൾ റിയാക്ഷൻ നടത്താണ്ട് ഇതിൻ്റെ സ്റ്റെറിക് ഇൻഡെക്സ് പരിഗണിക്കണം. പിന്നെ സോൾവോളിസിസ്, വാട്ടറിലൊക്കെ ആണെങ്കിൽ ഇതിന് സോൾവോളിസ് എഫക്റ്റ് പഠിക്കണം, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള കോമ്പിനേഷൻ, ഇതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് റിസൾട്ട്. സെക്കൻഡറി ആണ് മോർ ബേസിക് ദാൻ പ്രൈമറി ദാൻ ടെർഷ്യറി ഇഫ് ദ അമീൻ ഈസ് മീഥൈൽ അമീൻ. മീഥൈൽ അമീൻ ആർ ഗ്രൂപ്പ് അല്ല, മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന കേസാണ് പറഞ്ഞത്. ഇനി അതൊറ്റ കേസ് മാത്രമല്ല, ബാക്കി 99 കേസുകൾ ഏതായിരിക്കും എന്നറിയോ, പെർസെൻറ്റേജ് കേസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ അതർ അല്ലെ, ഫോർ ഹയർ അമീൻ. ഫോർ ഹയർ അമീൻ ഉദ്ദേശിക്കുന്നത് മീഥൈൽ അല്ലാത്ത കേസ്. ആ കേസിൽ എപ്പോഴും ഉണ്ടാവുക സെക്കൻഡറി, പിന്നെ ടെർഷ്യറി, പിന്നെ പ്രൈമറി എന്നായിരിക്കും ഓർഡർ ഉണ്ടാവും. രണ്ട് കേസിൽ എന്തായിരിക്കും, സെക്കൻഡറി തന്നെയാണ് മോർ ബേസിക് അല്ലെ, രണ്ട് കേസിലും സെക്കൻഡറി ആണ് മോർ ബേസിക്, സംശയമില്ല. പിന്നെ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇത് അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അമീൻസിൻ്റെ ബേസിറ്റി നമ്മൾ പറയാൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്നാണ്. ഓക്കെ, ഇത് പിരിഡിനാണ്. പിരിഡിൻ ഈസ് ആൻ അരോമാറ്റിക് അമീൻ. ഇത് പൈറോൾ ആണ്, ഇറ്റ് ഈസ് ഓൾസോ അരോമാറ്റിക് അല്ലേ. അപ്പോൾ ഇതൊന്നും എന്തല്ല, ബേസിക് അല്ല. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇത് അരോമാറ്റിക് അമീനാണ്, ഇത് അലിഫാറ്റിക് അമീനാണ്. അപ്പോൾ എന്തായിരിക്കും, ഇത് നൈട്രജൻ്റെ ലോൺ പെയർ ഉണ്ട്, ഇതായിരിക്കും ഏറ്റവും ബേസിക് ബി. ഓക്കെ, ഇനി എ എന്നുള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ ലോൺ പെയർ ആണോ നൈട്രജൻ ലോൺ പെയർ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആകുക. ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജനേക്കാളും, അപ്പോൾ ഇലക്ട്രോൺസ് നൽകാൻ കുറച്ച് പ്രയാസമായിരിക്കും. സോ ബി ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ, ബി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. ഏറ്റവും ലെസ് ബേസിക് ആയിട്ടുള്ള അമീനായിരിക്കും, ബേസ് അതായിരിക്കും ഏറ്റവും ലെസ് ബേസിക് അതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഇതുണ്ടല്ലോ, ഇതെന്തായിരിക്കും ഇവിടുത്തെ ലോൺ പെയർ, ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ പിരിഡിനാണോ പൈറോളാണോ ഏറ്റവും ബേസിക്. ഓക്കെ, ഇവിടുത്തെ ലോൺ പെയർ ഇതിൽ പങ്കെടുത്തിട്ടാണ് 6 പൈ ഇലക്ട്രോൺസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അരോമാറ്റിക് ആയി മാറുക. ബോത്ത് ആർ അരോമാറ്റിക്, ഇത് രണ്ടും അരോമാറ്റിക് ആണ്. ഇത് അരോമാറ്റിക് ഉള്ള കാരണം അത് 6 പൈ ഇലക്ട്രോൺസ് കിട്ടുന്നത് ഈ 2 ഇലക്ട്രോൺസ് കൂടെ കൊടുത്തിട്ടാണ്. എന്നാൽ ഈ 2 ഇലക്ട്രോൺസ് എന്താണ്, ഈ 2 ഇലക്ട്രോൺസ് ഇല്ലാതെ 2+2+2 6 പൈ ഇലക്ട്രോൺസ് കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും എന്ത് ചെയ്യുക, ബേസിക്. ഇത് ലെസ് ബേസിക് ആയിരിക്കും. Pyridine is less basic than pyrrole. Okay, പോട്ടെ, നമ്മൾ ആൻസർ ഇവിടെ ബി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് ബേസിക്. ഇതിൽ ആരാണ് ഏറ്റവും ബേസിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ അരോമാറ്റിക് അമീൻസിനേക്കാളും ബേസിറ്റി കൂടുതൽ അലിഫാറ്റിക്കിനാണ്. എങ്ങനെ അരോമാറ്റിക്കാണ് മനസ്സിലാണെന്നറിയോ, അമീൻസ് ഇത് അരോമാറ്റിക് ആണ്. നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് ബെൻസീൻ റിങ്ങിലേക്ക് വന്നാലാണ് അരോമാറ്റിക് ആവുക. ഓക്കെ, അതിവിടെ ഇത് നൈട്രജൻ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ബെൻസീൻ റിങ്ങിലേക്ക് ഉണ്ട്. ഇവിടെ നൈട്രജൻ്റെ തൊട്ടപ്പുറത്ത് ബെൻസീൻ റിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അരോമാറ്റിക് ആണ്, ഇത് രണ്ടും അരോമാറ്റിക് ആണ്. ഇത് അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് അമൈഡ് ആണ് ആക്ച്വലി അല്ലേ, ഇത് അമൈഡ്, ഇത് ഒട്ടും ബേസിക് അല്ല. അപ്പോൾ ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, ഇത് അമൈഡ് ആണ്, നോട്ട് അമീൻ.
ഇതിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അമീൻസും അമൈഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അമൈഡിന് ബേസിറ്റി വളരെ കുറവാണ്, അമീനാണ് ബേസിക്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അരോമാറ്റിക് ആണ്, തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് ലോൺ പെയർ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. പക്ഷേ ഇവിടെ എന്താണ്, ഇതങ്ങനെ ഇതല്ല, ഇത് അലിഫാറ്റിക് ടൈപ്പാണ്. സോ ഏറ്റവും ബേസിക് ആരാന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി അല്ലേ, ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ് ഐസോസൈനൈഡ് ടെസ്റ്റ് നടത്തുക? ആരാണ് ഐസോസൈനൈഡ് ടെസ്റ്റ് നടത്തുന്നത്? അപ്പോൾ ഐസോസൈനൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അമീൻ്റെ മറ്റൊരു റിയാക്ഷനാണ്. റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുന്ന കേസാണ്. RNH2 ഒരു പ്രൈമറി അമീൻ, അത് അലിഫാറ്റിക് ആവാം അരോമാറ്റിക് ആവാം, നോ ഇഷ്യൂ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ CHCl3 ആഡ് ചെയ്യുന്നു. വാട്ട് ഈസ് CHCl3? ക്ലോറോഫോം. ഓക്കെ, ക്ലോറോഫോം. പിന്നെ ഒരു ആൽക്കലി NaOH അല്ലെങ്കിൽ KOH. അതിലെന്താ കിട്ടുമെന്നറിയോ? RNC എന്നുള്ള ഐസോസൈനൈഡ് കിട്ടും. ഓക്കെ, ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, പിന്നെ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലുള്ള ഒരു സംഭവം ഇത് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് ഉദ്ദേശം. ഓക്കെ, ഇത് നടക്കാനുള്ള കണ്ടീഷൻ എന്താ അറിയോ? ഇത് നടക്കാനുള്ള കണ്ടീഷൻ ഈ പറയുന്ന റിയേജൻറ്റ് ഇതാണ്, CHCl3NaOH ആണ്. സത്യത്തിൽ CHCl3NaOH വന്നു കഴിഞ്ഞാൽ, തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്പീഷീസ് ആരാന്നറിയോ? ഇതാണ് CCl2 എന്ന് പറഞ്ഞിട്ട് ഒരു ലോൺ പെയർ കൊടുത്ത് ഡൈക്ലോറോ കാർബീനാണ്. ഇറ്റ് ഈസ് കോൾഡ് കാർബീൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ആൽക്കഹോൾസിൽ ഫിനോളിൻ്റെ ഭാഗത്ത് നമ്മൾ റൈമർ ടൈമർ റിയാക്ഷൻ നടത്തിയപ്പോൾ ഇതേ റിയേജൻറ്റ് ഉപയോഗിച്ച് സാലിസിലാൾഡിഹൈഡ് ഉണ്ടാക്കാൻ. യെസ്, അവിടെ നമ്മൾ പറഞ്ഞിട്ട് കാർബീൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. ഓക്കെ, എനിവേ ഈ റിയാക്ഷൻ ഒരു പ്രൈമർ, ഈ കാർബൈൽ അമീൻ ടെസ്റ്റ്, ഐസോസൈനൈഡ് ടെസ്റ്റ്, ദിസ് ഈസ് ഐസോസൈനൈഡ് പറയുന്ന പേരാണ് കാർബൈൽ അമീൻ കേട്ടോ. ഐസോസൈനൈഡിൻ്റെ മറ്റൊരു പേരാണ് കാർബൈൽ അമീൻ. അപ്പോൾ ഈ കാർബൈൽ അമീൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ടെസ്റ്റ് പ്രൈമറി അമീൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നൽകുന്ന ടെസ്റ്റാണ്. പ്രൈമറി അമീൻ്റെ ഡിസ്റ്റിങ്ഷൻ മെത്തേഡാണ് ആക്ച്വലി. പ്രൈമറി അമീനാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള മെത്തേഡാണ് ആക്ച്വലി കാർബൈൽ അമീൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പ്രൈമറി അമീൻ ആരാ നോക്കിയാൽ മതി. ഓക്കെ, ഇത് NH2 പ്രൈമറി അമീനാണ്, ഇത് NH2 പ്രൈമറി അമീനാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ബോത്ത് 1 and 2 എന്നുള്ള ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരും. ഇതാവട്ടെ എന്താണ്? CH3 twice NH, അത് സെക്കൻഡറി അമീനാണ്, അത് പറ്റില്ല. നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ലിസ്റ്റ് 1 and 2 മാച്ച് ചെയ്യാനാണ്. Br2 മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് Br2NaOH എന്നാണ്. Br2NaOH നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിലെ പിന്നെ റിയേജൻ്റ് ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, BCD റൈറ്റ്. അടുത്തത് ഇത് നിങ്ങളത്തെ കണ്ടല്ലോ, ഇവിടെ കണ്ട നമ്മൾ ഇയാളെ കണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഗബ്രിയൽ താലിമേഡ് റിയാക്ഷനിൽ ഗബ്രിയൽ റിയേജൻ്റ് ആണത്, ഗബ്രിയൽ റിയേജൻറ്റ്, ശരിയല്ലേ? യെസ്. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B എന്ന് പറഞ്ഞാൽ 2, സോറി B എന്ന് പറഞ്ഞാൽ 1, B1. C എന്ന് പറയുമ്പോൾ CHCl3 ആൽക്കഹോളിക് KOH, അതിനകത്ത് കണ്ടു നമ്മൾ CHCl3 അല്ലേ, കാർബൈൽ അമീൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ C എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, പിന്നെ ഇയാളാണ് SO2Cl2, ഇതിന് പറഞ്ഞ പേര് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്നാണ്. അത് ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്, അപ്പോൾ ഇത് ശരിക്കും ഇയാളാണ് അല്ലേ, ഹിൻസ്ബർഗ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ് ആക്ച്വലി അല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? A. അപ്പോൾ ഇതിവിടെ D എന്ന് പറഞ്ഞാൽ 3, D3. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ A2B1 അല്ലേ, ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ആൻസർ A2B1C4 D3. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വെൻ ഹീറ്റഡ് വിത്ത് KOH ആൻഡ് പ്രൈമറി അമീൻ ഗീവ്സ് കാർബൈൽ അമീൻ ടെസ്റ്റ്? നേരത്തെ പറഞ്ഞു കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അതിലെന്ത് വേണം? പ്രൈമറി അമീൻ ഉണ്ടാവണം ഓഫ് കോഴ്സ്, പിന്നെ എന്ത് വേണം? KOH NaOH വേണം. അത് രണ്ടും ഉണ്ട്.
പിന്നെ ബാക്കി ആരുള്ളത് CHCl3 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? CHCl3 എന്നുള്ള ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വേണ്ടത്. ഓപ്ഷൻ 1 CHCl3 എന്നായിരിക്കും വരിക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ വിൽ ഗിവ് സെക്കൻഡറി അമീൻ ആസ് ദ പ്രൊഡക്റ്റ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ CH3CONH2 Br2KOH. ഏതാ റിയാക്ഷൻ? ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. CH3NH2 എന്ന് കിട്ടും. അത് പ്രൈമറി അമീനാണ്. അടുത്ത കേസ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് H3O+. അത് ശരിക്കും ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച റിഡക്ഷൻ ആണ്. CH3CN സൈനൈനെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ CH3CH2NH2 അതും പ്രൈമറി അമീനാണ്. നമുക്ക് വേണ്ട സെക്കൻഡറി അമീനാണല്ലോ, പക്ഷെ അതുമല്ല. അപ്പോൾ ഇതല്ല. ഓക്കെ, മൂന്നാമത്തെ CH3NC ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. നേരത്തെ പറഞ്ഞു CH3NHCH3 എന്ന് കിട്ടും. അത് സെക്കൻഡറി അമീനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. നാലാമത്തെ CH3CONH2 ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. അപ്പോൾ അത് നേരത്തെ കണ്ടു, അത് റിഡക്ഷൻ ആണ്. അപ്പോൾ CH3CH2NH2 എന്നാണ് വരിക. അതും അല്ല, അതും പ്രൈമറി അമീനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെക്കൻഡറി അമീന് ഓപ്ഷൻ 3യിലുണ്ട്. In Hofmann bromide degradation reaction, the number of moles of Br2NaOH used per mole of primary amide will be respected. നേരത്തെ പറഞ്ഞല്ലോ RCONH2 പ്ലസ് Br2 പ്ലസ് 4NaOH അല്ലെങ്കിൽ KOH എന്ന് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് റിയാക്ഷൻ എടുക്കുക. ഇത് 1ഉം ഇത് 4ഉമാണ്. 1:4 ആണ്. ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഇനി റിയാക്ഷൻ ഓഫ് അനിലിനാണ് പറയുന്നത്. അനിലിൻ്റെ സെപ്പറേറ്റ് റിയാക്ഷൻസ് നമുക്ക് പറയണം. അനിലിൻ നോർമലായിട്ട് നടക്കുന്ന റിയാക്ഷനിലൊന്ന് NH2. അനിലിനെ മനസ്സിലാക്കിക്കേണ്ട പോയിന്റ് വെച്ചാൽ അനിലിൻ ശരിക്കും NH2 ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ESR റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നന്നായി നടത്തും. കാരണം NH2 ഗ്രൂപ്പ് എന്ത് ചെയ്യും? ലോൺ പെയർ എന്ത് ചെയ്യും? ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതിനെ ഈ ഗ്രൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് ഓർത്തോ പെയർ ഡയറക്റ്റിംഗ് ആയിരിക്കും. നമ്മൾ OH ഉണ്ടല്ലോ, ഫിനോളിനേക്കാളും ആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതലാണ് അനിലിൻ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആര് വരുള്ളൂ? ഫിനോളിനെ കുറവാണ്, പിന്നെ OCH3 വരിക. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുള്ള അനിസോള്, ഫീനോളൊക്കെ ആർക്ക് ശേഷം വരുള്ളൂ? അനിലിൻ്റെ കേസിൽ അല്ലെ NH2 ഗ്രൂപ്പ്. കാരണം നൈട്രജൻ എന്താണ്? ഓക്സിജനെ പോലെ അല്ല. നൈട്രജൻ എന്താണ്? ശരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൊടുക്കാൻ ശ്രമിക്കും. ഇതാണ് ഇതിൻ്റെ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിതിന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ അനിലിൻ്റെ റിയാക്ഷനകത്ത് അനിൽ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഓർത്തോയിലും പാരലും ഒരുമിച്ച് റിയാക്ഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ 2,4,6 ട്രൈ ബ്രോമോ അനിലുണ്ടാക്കും. നൈട്രേഷൻ നടത്തുകയാണെങ്കിൽ 2,4,6 ട്രൈ ബ്രോമോ പിന്നെ ട്രൈ നൈട്രോ അനിലുണ്ടാക്കും. അപ്പോൾ എല്ലാ സമയത്തും എന്ത് ചെയ്യും? ഒരുമിച്ച് ഉണ്ടാക്കും. നമുക്ക് ഓർത്തോ പ്ലസ് പാര അല്ലെങ്കിൽ പാര മാത്രം കിട്ടണം. പാര ആയിരിക്കുമല്ലോ എപ്പോഴും പിന്നെ മേജറായിട്ട് വരും. ഓർത്തോയും പാരയും വരും നോർമൽ കേസിൽ. അപ്പോൾ ആ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തോയും പാരയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതറിയോ? നമ്മൾ ആദ്യം അനിലിൻ്റെ ഈ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഒന്ന് കുറക്കണം. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് അനിലിൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അസറ്റൈലേഷൻ നടത്തുന്നു. ഓക്കെ, CH3COCl ഇൻ പ്രസൻസ് ഓഫ് pyridine ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നറിയോ? ഇവിടുന്ന് എച്ചും ഇവിടുന്ന് CLഉം ഇവിടുന്ന് പോയിട്ട് ബാക്കി NHCOCH3 എന്നുണ്ടാകും. ഓക്കെ, ഈ ഗ്രൂപ്പ് ഇപ്പോൾ ലോൺ പെയർ കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുന്ന കേസില്ല. ലോൺ പെയർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു റെസൊണൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? ബ്രോമിനേഷൻ നടത്തുക അല്ലെങ്കിൽ നൈട്രേഷൻ നടത്തുക ഒക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിതിൻ്റെ പാരാബ്രോമോ എന്ത് കിട്ടും? NHCOCH3 പിന്നെ എന്താ? ബ്രോമിൻ ഇവിടെ വരും, പാരയിൽ വരും. പിന്നെ എന്ത് ചെയ്യാം? H+ കൊണ്ടോ അല്ലെങ്കിൽ OH- റിയാക്ട് എന്ത് ചെയ്യും? ഇത് വീണ്ടും അനിലായി എന്ത് ചെയ്യും? ഈ ഭാഗം NH2 തിരിച്ചു വരും. അപ്പോൾ പാരാബ്രോമോ അനിലും കിട്ടും, പാരാ നൈട്രോ അനിലും കിട്ടും. ഓക്കെ, അപ്പോൾ എന്തിനാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് NH2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അസറ്റൈലേഷൻ അല്ലെങ്കിൽ അസൈലേഷൻ നടത്തുന്നത്. ക്ലിയർ ആണോ? അങ്ങനത്തെ കേസ് നടത്തിയിട്ടാണ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നോക്കാം. ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? CH2CH2CH3 നമ്മളൊന്ന് KMnO4 റിയാക്ട് ചെയ്യിക്കുന്നത്. KMnO4. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഒരു ബെൻസീൻ റിങ്, ഒരു ആൽക്കൈൽ ബെൻസീനാണിത് അല്ലേ. ഇവിടെ എച്ച് സി ഒരുപാട് കാർബൺസ് ഉണ്ട്, സി 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 3 കാർബൺ ഉണ്ട്. ഈ ഫസ്റ്റ് കാർബണിൽ എച്ച് ഉണ്ടെങ്കിൽ അവിടെ KMnO4മായി നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടുക, ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഏത് പറഞ്ഞ സംഭവം ബെൻസോയിക് ആസിഡാണ്. ഇവിടെ എത്ര കാർബണിനും കാര്യമില്ല, ബെൻസോയിക് ആസിഡ് ആയിരിക്കും കിട്ടുക, COOH. ദിസ് ഈസ് യുവർ എ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, SOCl2 തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുകയാണ്. അത് നിങ്ങൾ കാർബോക്സിലിക് ആസിഡിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. തയോണൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ PCl5 PCl3 ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടുക, COCl എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് കിട്ടും അല്ലേ. അതിൻ്റെ ആസിഡ് ക്ലോറൈഡ് കിട്ടും. അതിലേക്ക് പിന്നെ ചെയ്യാൻ പോണത് അനിലിൻ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അനിലിൻ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അനിലിൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അനിലിൻ ആഡ് ചെയ്യുന്നു, NH2 ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ. PY എന്ന് ഉദ്ദേശിച്ച പിരിഡിനാണ്, പിരിഡിൻ. അപ്പോൾ സംഭവിക്കണം എന്താ അറിയോ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ COCl ഇവിടെ നടന്നല്ലോ, ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, CH3COCl ഇതിന് പകരം ഇവിടെ ഒരു ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഇതാണ് ഇപ്പോൾ ഉണ്ടായത് COCl. അതിലേക്ക് എന്ത് അനിലിൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും കിട്ടും നമുക്ക്, ഇവിടെ അതിൻ്റെ അസൈലേഷൻ നടക്കുന്ന പകരം എന്ത് ചെയ്യുന്നു, ബെൻസോയിലേഷൻ നടക്കും. ദിസ് ഇസ് കോൾഡ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡിലൊക്കെ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ നടന്നാൽ എന്ത് കിട്ടുമെന്ന് അറിയോ, ഇതാ ഈ അനിലിൻ്റെ ഓക്കെ NH പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്, CO, പിന്നെ ഇപ്പുറത്ത് അല്ലേ ഇവിടുന്ന് ഒരു H പോയി, ഇവിടുന്ന് Cl പോയി, ബാക്കി CO ഉണ്ട്, ബാക്കി ബെൻസീൻ റിംഗ് ഉണ്ട്. ഇങ്ങനെ കിട്ടും. ഇതാണ് ആൻസർ. ഇതിന് എന്താണ് പറയാന്നാണ്. ഓക്കെ, ഇതിൽ N-ഫിനൈൽ ബെൻസമൈഡ് ഉണ്ടല്ലോ, ഇതിന് ഓപ്ഷൻ 2 N-ഫിനൈൽ ബെൻസമൈഡ്. ബെൻസമൈഡ് എന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ, ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബെൻസമൈഡ്. CONH2 പറയുന്ന പേരാണ് ബെൻസമൈഡ്. ഓക്കെ, ഇവിടുന്ന് ഒരു H പോയിട്ട് NH, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ ഇതിനെ പറഞ്ഞ പേര് N-ഫിനൈൽ അല്ലേ. ഇവിടെ NH ഇങ്ങനെ വരികയാണെങ്കിൽ പറയുന്ന പേരാണ് N-ഫിനൈൽ ബെൻസമൈഡ്. അതാണ് സംഭവം. ഈ കോമ്പൗണ്ട് ഇതാണ് ബെൻസമൈഡ് ഈ ഭാഗം, N-ഫിനൈൽ ബെൻസമൈഡ്. ഓപ്ഷൻ 2 ആണ് അപ്പോൾ ആൻസർ വരും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അനിലിൻ്റെ ബെൻസോയിലേഷൻ റിയാക്ഷൻ. ഓക്കെ, അത് നമുക്ക് ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ ഒക്കെ ഒരു പേരൊക്കെ ഉണ്ട്, അതൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് അങ്ങനെ പേരിലൊക്കെ പറയും. അടുത്ത റിയാക്ഷൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് കാർബീൻ ഇൻ്റർമീഡിയറ്റ്. നേരത്തെ പറഞ്ഞു കാർബൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്ന കേസ് ഒന്ന് കാർബൈൽ അമീൻ ടെസ്റ്റാണ്. CHCl3യും NaOH തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും, നമുക്ക് CCl2 എന്ന് പറയുന്ന ഡൈക്ലോറോ കാർബീൻ കിട്ടുന്നു. അതൊരു കണ്ടാൽ തോന്നുന്നത് എന്താണ്, അത് ഭയങ്കര ഇലക്ട്രോൺ റിച്ച് ആണെന്ന് തോന്നും, പക്ഷേ കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഇലക്ട്രോഫൈലാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, എനിവേ നമ്മൾ ആൻസർ എന്തായിരിക്കും, നമ്മളെ കേസിൽ ഇതിനകത്ത് കാർബൈലമീൻ റിയാക്ഷൻ പറ്റും, റൈമട്ടമീൻ റിയാക്ഷൻ ഇതേ റിയേജൻ്റ് ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബോത്ത് 1 and 2 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിൽ മറ്റൊന്നുള്ളത് ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് ഫോർ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമൈൻസ് ആണ്. ഇത് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഉദ്ദേശിച്ചു കേട്ടോ. ഓക്കെ, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻസ്. അപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന 1-2 മെത്തേഡ്. ഒന്ന് നൈട്രസ് ആസിഡുമായി റിയാക്ട് ചെയ്യുക, HNO2മായി റിയാക്ട് ചെയ്യുക. ഓക്കെ, ആ പ്രൈമറി അമീൻ എന്ത് കിട്ടും, പ്രൈമറി അമീന് ആൽക്കഹോളാകും, കറസ്പോണ്ടിങ് ആൽക്കഹോളാകും. സെക്കൻഡറി അമീന് നൈട്രോസോ അമീനായിട്ട് മാറും. ടെർഷ്യറി അമീന് ഒരു അമീൻ സോൾട്ടായിട്ട് മാറും. ഓക്കെ, ഇവിടെ ആൽക്കഹോൾ ആകുമ്പോൾ നൈട്രജൻ ഗ്യാസ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുന്നുണ്ടാവും പ്രൈമറി അമീൻ. ഇപ്പോൾ HNO2 എങ്ങനെ ഉണ്ടാക്കുക, NaNO2 പ്ലസ് HCl H+ അല്ലെങ്കിൽ H2SO4 ആണെന്ത് നമ്മൾ ഈ HNO2 എന്നുള്ള സംഭവം. വേറൊന്നാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഉപയോഗിച്ച് ഹിൻസ്ബർഗ് ടെസ്റ്റ് നടത്തും. ഓക്കെ, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ആ പ്രൈമറി അമീൻ എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും, വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ് വിച്ച് ഇസ് സോളിബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീന്
we will get a product which is insoluble in alkali. ടെർഷ്യറി അമീനുമായി ഹിൻസ്ബർഗ് റിയേജൻ്റ് റിയാക്ഷൻ നടത്തൂല. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക പറയാം. പിന്നെ വീണ്ടും ടെസ്റ്റുകളുണ്ട്. നമ്മൾ ഈ നമ്മുടെ ആൾഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്തുണ്ട് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസ് റിയാക്ഷൻ നടത്തിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. നമ്മളിതിൽ നോർമലി ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹിൻസ്ബർഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അല്ലേ പ്രൈമറി അമീൻ, അതല്ലല്ലോ, പ്രിപ്പറേഷൻ അല്ല. പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡറി അമീൻ അല്ല. പ്രിപ്പറേഷൻ ഓഫ് ടെർഷ്യറി അമീൻ അല്ല. സെപ്പറേഷൻ ഓഫ് അമീൻ മിക്സ്ചർ. പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസ് ഒക്കെ ഉള്ളതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹിൻസ്ബർഗ് റിയേജൻ്റ് ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുന്നതിന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വി ക്യാൻ സെപ്പറേറ്റ്. ഒന്ന് സോളിബിൾ ഇൻ ആൽക്കലി, മറ്റേ ഇൻസോളിബിൾ ഇൻ ആൽക്കലി, മറ്റേ റിയാക്ഷൻ നടക്കുന്നില്ല. മൂന്നായിട്ട് നിൽക്കും. വി ക്യാൻ സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, സെപ്പറേഷൻ എന്നുള്ളതാണ് ശരി. ഫ്രം ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിച്ച് ഡസ് നോട്ട് റിയാക്ട് PHSO2Cl. PHCl എന്ന സംഭവം ഇതാണ്, നേരത്തെ പറഞ്ഞല്ലോ, ബെൻസീൻ, സൾഫോണൈൽ ക്ലോറൈഡ് അല്ലേ, നേരത്തെ പറഞ്ഞ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണിത്. ടെർഷ്യറി അമീനുമായി ആർക്ക് റിയാക്ഷൻ ഇല്ല ചോദിക്കുന്നത്, ഡസ് നോട്ട് റിയാക്ട് എന്നല്ലേ, റിയാക്ട് ചെയ്യൂല. ടെർഷ്യറി അമീനുമായി റിയാക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ടെർഷ്യറി അമീനാണ്, സെക്കൻഡും ടെർഷ്യറി അമീനാണ്. എന്നാൽ ഇത് സെക്കൻഡറി അമീൻ, ഇത് റിയാക്ഷൻ ഉണ്ട്. ബോത്ത് 1 and 2 എന്നായിരിക്കും ആൻസർ വരിക. കാരണം 1ഉം 2ഉം ബോത്ത് ആർ ടെർഷ്യറി അമീൻസ്. അപ്പോൾ റിയാക്ഷൻ നടത്തൂല എന്നാണ് പറയാം. ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എൻ ആൾഡിഹൈഡ് വിത്ത് പ്രൈമറി അമീൻ. ഒരു ആൾഡിഹൈഡും പ്രൈമറി അമീൻ തമ്മിൽ റിയാക്ട്. ഇപ്പോൾ RC+OH ആണ് ആൾഡിഹൈഡ്. പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ RNH2 ആണ് പ്രൈമറി അമീൻ. ഇവ തമ്മിൽ റിയാക്ഷൻ നടക്കും. എന്താ സംഭവിക്കുന്നറിയോ, ഇവിടുത്തെ ഈ ഓയും ഇവിടുത്തെ H2ഉം കൂടെ എന്ത് ചെയ്യും, H2 ആയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. എന്നിട്ട് എന്താ ഉണ്ടാവുക, RCH ഡബിൾ ബോണ്ട് ഇതിന് ഇടയ്ക്ക് ഉണ്ടാകും. പിന്നെ ബാക്കി NR- ഉണ്ടാകും. ശരിയല്ലേ, ഇങ്ങനെ സംഭവം കിട്ടും. ഓക്കെ, ഇത് ശരിക്കും ഒരു ഇമീനാണ്. C ഡബിൾ ബോണ്ട് തന്നെ നമ്മൾ ഇമീൻ എന്ന് പറയാം. ഇമീൻ ഇത് വെറും ഒരു ഇമീനല്ല, N ആൽക്കൈൽ ഇമീനാണ്. N ആൽക്കൈലേറ്റഡ് ഇമീനാണ്. N ആൽക്കൈൽ ഇമീനെ നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ് ഷിഫ്സ് ബേസ്. N ആൽക്കൈൽ ഇമീനെ വിളിക്കുന്ന പേര് ഷിഫ്സ് ബേസ് എന്നാണ്. ഓക്കെ, ഇതിപ്പോൾ ആൾഡിഹൈഡിൻ്റെ റിയാക്ഷൻ വിത്ത് അമീൻ ഡെറിവേറ്റ് അല്ലെങ്കിൽ അമോണിയ ഡെറിവേറ്റീവ് അല്ലേ, അവിടെ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ഇതേ റിയാക്ഷൻ കണ്ടുണ്ടാവും. ഓക്കെ, പിന്നെ വേറൊരു സംഭവമാണ് ബെൻസീൻ ഡൈസോണിയം സോൾട്ടിനെ കുറിച്ച് പറയാം. ബെൻസീൻ ഡൈസോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇതാണ് പറയുക, N2Cl എന്നാണ് പറയുക. N2Cl ബെൻസോൺ ഡൈസോണിയം ക്ലോറൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രിക്വേസറാണ്. ആക്ച്വലി ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് N2Cl അല്ലേ, ബെൻസീൻ ഡൈസോണിയം സോൾട്ട് എന്നുള്ളത്. ഓക്കെ, ഇത് സാധാരണ നമ്മൾ RN2Cl ഇത് അലിഫാറ്റിക് ഡൈസോണിയം സോൾട്ടാണ്. ഇത് ഒട്ടും സ്റ്റേബിൾ അല്ല. ഉടനെ എന്ത് ചെയ്യുന്നവരോ ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് R+ഉം N2 ഗ്യാസും Cl- ഇട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ N2 ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ ഇത് ഒട്ടും സ്റ്റേബിൾ ആവില്ല, ഒരു കാർബോക്കായിട്ട് ഉണ്ടാവും. പിന്നെ ഏതാ റിയാക്ഷൻ സെറ്റ് എന്ത് ചെയ്ത് മാറും. ഇപ്പോൾ H2 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ROH ആയിട്ടൊക്കെ മാറുകയാണ് ചെയ്യുക അലിഫാറ്റിക്കിൻ്റെ കേസിൽ. എന്നാൽ അരോമാറ്റിക് അങ്ങനെയല്ല. അരോമാറ്റിക്കിൻ്റെ കേസിൽ അരോമാറ്റിക് സ്റ്റേബിളാണ്, അലിഫാറ്റിക്കിനേക്കാളും സ്റ്റേബിളാണ് അല്ലേ. നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഇതിൽ സ്റ്റേബിളാണ് നമ്മുടെ അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ ഡൈസോണിയം സോൾട്ട്. അതിൻ്റെ കാരണം എന്താ പറയുക, ഇതെങ്ങനെയാണ് സ്ട്രക്ചർ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ദർ ഈസ് റെസൊണൻസ്. ഇവിടെ എന്തുണ്ട്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഇത് N2Cl എന്നാണല്ലോ, N2+ഉം Cl- ആണ്. N2+ഉം Cl- ആണ് സംഭവം. അപ്പോൾ എന്താണെന്ന് പറയുക, ഇത് പ്ലസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും, Cl എന്തായിരിക്കും, മൈനസ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ദർ ഈസ് റെസൊണൻസ്. റെസൊണൻസ് കാരണം എന്തായിരിക്കും, അലിഫാറ്റിക്കിനേക്കാളും എത്ര സ്റ്റെബിലിറ്റി കൂടുതലാണ് അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ ഡൈസോണിയം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അടുത്ത പ്രശ്നം അല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളെ ഇതാ NH2 അനിലിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, HNO2മായി റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ NaNO2+HCl അല്ലെങ്കിൽ H2SO4 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ. ഓക്കെ, എന്ത് ചെയ്യാം, നമുക്ക് കോൾഡ് കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ, N2Cl എന്ന് പറയുന്ന ബെൻസീൻ ഡൈസോണിയം സോൾട്ട് കിട്ടുന്നു. N2+ഉം Cl- ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ, ദിസ് ഈസ് കോൾഡ് ഡൈസോട്ടൈസേഷൻ.
ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡൈസോട്ടേസ്. നമുക്ക് റിയാക്ഷനിലേക്ക് നോക്കാം. ഇത് പല ടൈപ്പ് റിയാക്ഷൻ നടത്താൻ പറ്റും. നിങ്ങളെ NCERT-യിൽ ബെൻസീൻ ഡൈസോണിയം സോൾട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ റിയാക്ഷനും പഠിച്ചു വെക്കണം. ഒരു റിയാക്ഷനും ഒറ്റൊന്നും പോയി വിട്ടുപോകാൻ പാടില്ല. അതുപോലെ ചോദിക്കാറുണ്ട്, അതേ ചോദിക്കുന്നതിനപ്പുറത്ത് ചോദിക്കില്ല. അതിൽ കാണുന്ന റിയാക്ഷനാണ് അസോഡൈ ഫോർമേഷൻ. അല്ലെങ്കിൽ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയും. കപ്ലിംഗ് റിയാക്ഷൻ അതിന് സംഭവത്തിലേ ഉള്ളൂ. ബെൻസീൻ ഡൈസോണിയം സോൾട്ടും അനിലിനും ഇൻ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ ഒരു മൈൽഡ് അസിഡിക് pH. ഓക്കെ, ഒരു pH 5-ലൊക്കെയാണ് വരിക. 5 ഭയങ്കര അസിഡിക് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഭയങ്കര അസിഡിക് ആകുമ്പോൾ എന്താവും, ഇത് റിയാക്ട് ചെയ്തിട്ട് അനിലിനിയം അയോണൊക്കെ ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ pH ഒരു 5 ഒക്കെ pH, ഒരു മൈൽഡ് അസിഡിക് pH-ൽ റിയാക്ഷൻ നടക്കണം. നടന്നെന്താണ്ടാവുമെന്നറിയോ? ഈ റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ കപ്ലിംഗ് റിയാക്ഷൻ നടക്കും. ഈ NH2-ൻ്റെ പാരാ പൊസിഷനിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ഇതാണ് ആൻസർ ഓപ്ഷൻ 4 ആണ്. അതിനൊരു യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. യെല്ലോ ഡൈ ആയി ഉണ്ടാവുക. യെല്ലോ ഡൈ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഇതൊരു അസോബെൻസീനാണ്. പാരാ അമിനോ അസോബെൻസീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതേ സംഭവം നമുക്ക് ഇവിടെ OH ആയിരുന്നെങ്കിൽ, അതായത് ഫിനോളിൽ ഇതേ സംഭവം റിയാക്ഷൻ നടക്കും. ഇത് OH, അപ്പോൾ ഇതായിരിക്കും ഒരു മൈൽഡ് ബേസിക് pH-ലായിരിക്കും നടക്കുക. pH ഒരു 8 to 9, 8 to 10 ഒക്കെ വരുന്ന pH. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുണ്ടാവും, ബാക്കി എന്തുണ്ടാവും, അവിടെ OH ഉണ്ടാക്കും. അതിന് പേരെന്തായിരിക്കും, പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ ഉണ്ടാവും. അതിൻ്റെ കളർ എന്തായിരിക്കും, യെല്ലോ ആയിരിക്കില്ല, ഓറഞ്ച് കളറായിരിക്കും അപ്പോൾ ഉണ്ടാവുക. രണ്ടും അസോഡൈ ഫോർമേഷനാണ്. കപ്ലിംഗ് റിയാക്ഷൻ ഓഫ് ബെൻസീൻ ഡൈസോണിയം സോൾട്ടാണ്. പിന്നെ റിയാക്ഷൻ നോക്കാം. ഇതിൽ ഇൻകറക്റ്റ് റിയാക്ഷൻ ആരത് കണ്ടെത്തണം. എല്ലാം ബെൻസീൻ ഡൈസോണിയം സോൾട്ടാണ്, കണ്ടല്ലോ. അതിൽ Cu2Cl2 HCl റിയാക്ഷൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിയാക്ഷൻ ഏതാണ്? സാൻഡ്വൈസ് റിയാക്ഷൻ. എന്താ കിട്ടുക? C6H5Cl എന്ന് കിട്ടുന്നതാണ്. ക്ലോറോബെൻസിൻ കിട്ടുന്നതാണ്. അത് എക്സാക്ട്ലി കറക്റ്റാണ്. സാൻഡ്വൈസ് റിയാക്ഷൻ ക്ലോറോബെൻസിൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ Ki ഉപയോഗിച്ചിട്ട് അല്ലേ അയഡോബെൻസിൻ ഉണ്ടാക്കാൻ പറ്റും. റിയാക്ഷൻ കാണാൻ പറ്റും. CuCN-KCN അതും സാൻഡ്വൈസ് റിയാക്ഷനാണ്, ഉണ്ടാക്കാൻ പറ്റും. C2H5OH ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ബെൻസീൻ ഡൈസോണിയം സോൾട്ട് N2Cl എന്ത് ചെയ്യുന്നു, നമ്മൾ C2H5OH-ൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുമെന്നറിയോ? ഈ N2Cl കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യപ്പെടും ബൈ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അത് ബെൻസീനായിട്ട് മാറുകയാണ് ചെയ്യുക. പക്ഷേ ആൻസർ കൊടുത്തിരിക്കുന്നത് ഫിനോൾ ആവുന്നതാണ്. അത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് അപ്പോൾ ആൻസർ. നമ്മൾ ആൻസർ ശരിക്കും വേണ്ടത് ബെൻസീൻ എന്നായിരിക്കണം. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് C6H5N2Cl ബെൻസീൻ ഡൈസോണിയം സോൾട്ട് CuCN-KCl. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം ആ റിയാക്ഷന് സാൻഡ്വൈസ് റിയാക്ഷൻ്റെ ഭാഗം തന്നെയാണ്. നമുക്ക് സയനോ ബെൻസീൻ കിട്ടും. സയനോ ബെൻസീനെ നമ്മൾ H2OH+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസ് നടത്തണം. ഹൈഡ്രോളിസ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുക? സയനൈഡാണ് നടത്തണമെങ്കിൽ ഈ സയനൈഡിൻ്റെ ഈ ഭാഗം മുറിയും അല്ലേ, ബ്രേക്കായിട്ട് എന്താകും, നമുക്ക് ഇവിടെ ഈ ഭാഗം COOH ആകും. ഇത് NH3 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കോമ്പൗണ്ട് COOH ആയിട്ട് മാറും. അതാണ് നിങ്ങളെ B. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? NH3 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. NH3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? നമ്മൾ COONH4 എന്ന് കിട്ടും. COO- NH4 അതിന് സോൾട്ട് കിട്ടും, സോൾട്ട്. ഓക്കെ, അതിലേക്കാണ് റിയാക്ഷൻ നമ്മൾ ചോദിക്കുന്നത്. അതിലേക്ക് എന്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു H2O പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുമെന്നറിയോ? H2O പുറത്തേക്ക് പോകും. നമുക്ക് C+O ബാക്കിയുണ്ട്, പിന്നെ NH2 ഉണ്ട്. ഓക്കെ, C+Oയും NH2 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അത് നമ്മളെ C6H5CONH2 എന്നുള്ളത് ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക അല്ലേ. ബെൻസമൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബെൻസമൈഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, റൈറ്റ്. ശരിയല്ലേ? ഫസ്റ്റ് റിയാക്ഷൻ, ഈ ഫസ്റ്റ് റിയാക്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ റിയാക്ഷൻ KCN പ്രസൻസിലാണ് സാൻഡ്വൈസ് റിയാക്ഷൻ. ഫസ്റ്റ് റിയാക്ഷനാണ് സാൻഡ്വൈസ് റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ നോക്കാം നമുക്ക്. Br2 ആരെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തിട്ട് B ഉണ്ടാകുന്നു. പിന്നെ NaNO2HCl C ഉണ്ടാകുന്നു. C സ്റ്റേബിൾ അറ്റ് 273 Kelvin to 27 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ പിന്നെ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ സ്റ്റേബിൾ ആവുന്ന ആരാണ്? ഞാൻ പറഞ്ഞു നേരത്തെ, അത് സ്റ്റേബിൾ ആണ് നമ്മളെ ബെൻസീൻ ഡൈസോണിയം സോൾട്ട്.
അപ്പോൾ N2Cl ആയിരിക്കണം മിക്കവാറും. അതാണ് നമ്മളെ സി. ഇതാണ് സി. സി ഉണ്ടാകുന്നതാണ് NaNH. അപ്പോൾ ഉറപ്പാണ് നമുക്ക് ഇവിടെ എന്തായിരുന്നു, നമ്മൾ ഇതിലേക്ക് NaNO2HCl ആഡ് ചെയ്തിട്ട് ഡൈസോട്ടേഷൻ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ NH2നെ ഡൈസോട്ടേഷൻ നടത്തണം, NH2. അപ്പോൾ ആരാണ് ബി? ഇതാണ് ബി. സി ഇതാണ്, ബി ഇതാണ്. ഓക്കെ, നമ്മളെ അനിലിനാണ് ബി. ഓക്കെ, ഇനി അനിലിനെ നമ്മൾ ഉണ്ടാക്കണം Br2NaOH വെച്ചിട്ട്. Br2NaOH എന്ന് പറഞ്ഞാൽ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ്റെ റിയേജൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കണം? നമുക്കറിയാം ഇവിടെ CONH2 ആവണ്ടേ അല്ലേ? അപ്പോഴേ ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള അമീൻ കിട്ടുള്ളൂ. യെസ്, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ഉണ്ടായാലാണ് ഉണ്ടാവും നമുക്ക് പിന്നെ അനിലും കിട്ടുക. അപ്പോൾ നമ്മളെ എ ആരാന്നാണ് ചോദിക്കുന്നത്. ഇതാണ് നിങ്ങളെ എ ആരാണ്? CONH2. നിങ്ങളെ ഓപ്ഷൻ 2 ആണ് ഇവിടെ നിങ്ങളെ എ ആയിട്ട് വരും. ഓപ്ഷൻ 2 ബെൻസമൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഗീവ്സ് ഡൈ ടെസ്റ്റ്? ഡൈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷൻ നടത്തുന്ന ആരാണ് അല്ലേ? അനിലിനാണ് എന്ത് ചെയ്യുക, കപ്ലിംഗ് റിയാക്ഷൻ നടത്തുക അല്ലേ? അരോമാറ്റിക് ആയിട്ടുള്ള അല്ലേ, അതേപോലെ പ്രൈമറി ആയിട്ടുള്ള അമീനാണ് കപ്ലിംഗ് റിയാക്ഷനിൽ പങ്കെടുക്കുക. അരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ കപ്ലിംഗ് റിയാക്ഷനിൽ പങ്കെടുക്കൂ. അത് അനിലാണ് ഈ കേസിൽ, വേറെ ആരും അതിലില്ല. അനിലിൻ ഇൻ എ സെറ്റ് ഓഫ് റിയാക്ഷൻ ഈൽഡ് പ്രൊഡക്റ്റ് ഡി. അപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് അനിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, NaNO2HCl. നമുക്കറിയാം അത് N2Cl ആയിട്ട് മാറി, ബെൻസിൻ ഡൈസോൺ സോൾട്ട് ആയിട്ട് മാറി. പിന്നെ CuCN ആയിട്ട് മാറി റിയാക്ട് ചെയ്യുന്നപ്പോൾ സാൻമൈസ് റിയാക്ഷൻ. അവിടെ എന്തുണ്ടാവും, CN. പിന്നെ CN ചെയ്യണം എന്താ അറിയോ, H2 നിക്കൽ ആട്ടോ. H2 നിക്കലാണ്, ഹൈഡ്രോളിസ് അല്ല, റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നമുക്കറിയാം, സൈനൈഡ് റെഡ്യൂസ് ചെയ്ത് കിട്ടും CH2NH2 എന്ന് കിട്ടും. CH2NH2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, HNO2മായി റിയാക്ട് ചെയ്യുന്നു. ഇത് ശരിക്കും പ്രൈമറി ആയിട്ടുള്ള അമീനാണ്. അത് ഒരിക്കലും അരോമാറ്റിക് അമീൻ അല്ല, ഇത് അലിഫാറ്റിക് ആണ് അല്ലേ? ഇതെന്താണ് കാരണം നൈട്രജൻ എന്ത് ചെയ്തിട്ടില്ല, ബെൻസീറിങ്ങിലേക്ക് എന്ത് ചെയ്തില്ല, അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, ഇത് അലിഫാറ്റിക് ആയിട്ടുള്ള അമീനാണ്. അലിഫാറ്റിക് ആയിട്ടുള്ള അമീനുമായിട്ട് HNO2 റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ആൽക്കഹോളാണ് കിട്ടുക. അപ്പോൾ ഈ NH2 പോയിട്ട് ആൽക്കഹോൾ ഉണ്ടാവും, OH ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് CH2OH എന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, C6H5CH2OH അല്ലേ? നമ്മളെ ബെൻസൈൽ ആൽക്കഹോളാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? ബെൻസൈൽ ആൽക്കഹോൾ അല്ലേ? യെസ്. Which of the following reagents will convert paramethyl benzene diazonium chloride into paracrosol? അപ്പോൾ ആരാണ് വേണ്ടത്? പാരാമീഥൈൽ ബെൻസീൻ ഡയസോൺ സോൾട്ട്. ബെൻസീൻ ഡയസോൺ സോൾട്ട് ഇതാണ്. പാരയിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഇതെന്തായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് പാരാക്രസോൾ ആണ്. ക്രസോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭാഗത്ത് CH3യും ഒരു ഭാഗത്ത് OH വരുന്ന കേസാണ് ക്രസോൾ. പാരാക്രസോൾ എന്ന് പറഞ്ഞാൽ രണ്ടും പാരാപോസിൽ വരുന്ന കേസ്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ N2Cl എന്ത് ചെയ്യണം, നിങ്ങൾ OH ആക്കി മാറ്റണം. N2Cl OH ആക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫീനോളിൻ്റെ ബെൻസീൻ ഡയസോൺ സോൾട്ട് നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ കാര്യം H2O ഉപയോഗിച്ച് ഹീറ്റ് ചെയ്താൽ മതി. വാം വിത്ത് വാട്ടർ മതി, വാം ചെയ്യണമെന്നേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ വരിക അല്ലേ? നമുക്ക് വേണ്ട റിയേജൻ്റ് ആരാണ്? H2O. ഇതായിരിക്കും നമ്മൾ വാട്ടറാണ് എന്തൊരുത്തെ റിയേജൻ്റ് ആയിട്ട് വരും. ശരിയല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയേജൻറ്റ് വിൽ കൺവേർട്ട്? യെസ്, ഓപ്ഷൻ ബി. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, NO2 ഇവിടെ ഈ കൺവേർഷനാണ് ചോദിക്കുന്നത്. NO2ൻ്റെ വരെ NO2 ഉണ്ട്, BRൻ്റെ അതേ സ്ഥലത്ത് BR ഉണ്ട്. മാറ്റുള്ളത് N2Cl പോയി എന്നുള്ളതാണ്. അവിടെ എന്തുണ്ടാകും? അവിടെ H വന്നിട്ടുണ്ടാകും അല്ലേ? അങ്ങനെ വരാൻ രണ്ട് ചാൻസുകളുണ്ട്. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, C2H5OH കൊടുക്കാം, ഇതൊരു ചാൻസാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ N2Cl എന്ത് ചെയ്യും, Hനെ H ആയിട്ട് റീപ്ലേസ് ചെയ്യും. വേറെ സംഭവത്തിൽ H3PO2H2O കൊടുക്കുക എന്നുള്ളതാണ്. ഇതും ഒരു ചാൻസ്, ഒരു കേസാണ്. അവിടെ കൊടുത്താൽ എന്താകും, അവിടെ നമുക്ക് എന്താകും, ആ N2Cl കംപ്ലീറ്റ് ഇവിടുന്ന് പോയിട്ട് H കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ നമ്മളെ കേസിൽ ആൻസർ ഓപ്ഷൻ ബിക്ക് കൊടുക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല.
എന്നാൽ ഏറെക്കുറെ ഞാൻ എല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന നോർമലി ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ഒരു ഏരിയ ഞാൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തരാവുന്നതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.